പത്രോസിന്റെ ലേഖനം 5-7 പത്രോസിന്റെ 1-ാം ലേഖനം 5-7 നമുക്കെല്ലാം അറിയുന്ന വാക്യമാണ്. പെട്ടെന്ന് വായിക്കാം. അവിടുന്ന് നിങ്ങൾക്ക് കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവിടുത്തെ മേലിട്ടുകൊള്ളി. സ്തോത്രം. വളരെ നമ്മൾ പ്രാർത്ഥിക്കുക ചെയ്യുന്ന ഒരു വാക്യമാണിത്. വളരെ പരിചിതമായ വാക്യമാണ്. നമുക്കെല്ലാം കാണാൻ അറിയുന്ന വാക്യമാണ്. സ്തോത്രം. നമ്മൾ ഈ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് ഇപ്പോഴും ഉണ്ട്, നാട്ടിൻപുറത്തൊക്കെ ഉണ്ട്. ഞാനൊക്കെ ഗ്രാമത്തിൽ, നമ്മുടെ കേരളത്തിൽ ഗ്രാമമോ പട്ടണമൊന്നും ഇല്ലല്ലോ, എന്നാലും ഗ്രാമം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ജനിച്ചു വളർന്ന ഒരു സ്ഥലം. ഞാൻ സിറ്റി ജനിച്ചു വളർന്നതല്ല, അതുകൊണ്ട് ഞാൻ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അവിടെ നല്ല വയലുകളൊക്കെ ഉണ്ടല്ലോ, വയലുകൾ ഇപ്പോഴും ഉണ്ട്. നമ്മൾ സിറ്റിയിലായതുകൊണ്ട് ഇപ്പോഴും അറിയാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റും, നല്ല വയലുകളൊക്കെ ഉണ്ട്, നല്ലൊക്കെ വിളഞ്ഞെടുക്കുന്ന വയലുകളുണ്ട്. അപ്പോ കൊച്ചിലെ സമയത്തൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ സമയത്തൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞ് പാകമാവുന്ന സമയത്ത് അതിൽ നമ്മൾ ഈ ഇതില്ലേ നോക്കുകുത്തി കൊണ്ട് വെക്കും, ഒരു മനുഷ്യ കോലം കൊണ്ട് കെട്ടി കുത്തി ഇങ്ങനെ ചാവിടെ വെക്കും. കൂടാതെ നമ്മൾ ഈ കാസറ്റ്, പണ്ടത്തെ ഈ വീഡിയോ കാസറ്റ് ഒക്കെ ഇല്ലേ, വീഡിയോ കാസറ്റിന്റെ നല്ല ഈ അല്പം വീതിയുള്ള അതിന്റെ അകത്തെ ഫിലിം പോലൊരു വള്ളിയൊക്കെ, നമ്മൾ അങ്ങനെ വള്ളി എന്നൊക്കെ പറയുന്നത്, ആ സമയത്ത് അവർക്ക് ഈ ചുറ്റും കൂടെ കെട്ടിവെക്കും ഇല്ലേ. ആ ഒരു വയലിലെ ചുറ്റും കമ്പൊക്കെ നാട്ടി ഇങ്ങനെ കെട്ടിവെക്കുന്നുണ്ട്. എന്തിനാ കെട്ടിവെക്കുന്നേ? ഈ ഇത് കണ്ടിട്ട് ഈ പക്ഷികളൊക്കെ ഇറങ്ങി വന്ന് നെല്ല് കുത്തിക്കൊണ്ട് പോകരുത്. ഈ കോലം കുത്തുന്നത് തന്നെയാണ് ആ ഉദ്ദേശം. കോലം കുത്തി വെക്കും. ഇത് കണ്ടിട്ട് പക്ഷികൾ പേടിച്ചിട്ട് വരാൻ പാടില്ല. നമ്മുടെ ഉദ്ദേശം അതൊക്കെയാണ്. നമ്മളിങ്ങനെ അതെല്ലാം ചെയ്തു വെക്കും. പക്ഷെ നമ്മൾ നോക്കിയിരിക്കെ തന്നെ പെട്ടെന്ന് പക്ഷികളൊക്കെ വന്ന് ഈ നെല്ലും കുത്തി പോകുന്നതാണ് ഇല്ലേ. നമ്മളിതൊക്കെ ഇത്രയും എഫേർട്ട് എടുത്തിട്ടും ആ സമയത്ത് ഈ പക്ഷികൾ വന്നിട്ട് അതിനൊന്നും വക വയ്ക്കാതെ, പുള്ളി ഭയം കാണുന്നില്ലെന്നല്ല, പക്ഷെ ആ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന പല പ്രതിസന്ധികളെയും വക വയ്ക്കാതെ അവർക്ക് ആവശ്യമുള്ള ആഹാരം കുത്തിയെടുത്ത് പോകുന്നതാണ് കണ്ടിട്ടുണ്ട് നമ്മൾ. സ്തോത്രം. ഈ ഈ വയല് അവിടെ വയല് ഉണ്ടാക്കി തരാൻ ഈ ജീവികളിലെ ഏറ്റവും ബുദ്ധിയുള്ള പ്രബലനായ മനുഷ്യനാണ്. അത് ഉഴുതു മറിച്ചു തരാൻ, കിളച്ച് ഉഴുതു മറിച്ചു തരാൻ മനുഷ്യന്, അതിന് വെള്ളമൊഴിച്ചു തരാൻ മനുഷ്യന്, വിത്ത് നട്ടു തരാൻ മനുഷ്യന്, അത് വളരുമ്പോൾ പരിപാലിച്ചു തരാൻ മനുഷ്യന്. സ്തോത്രം. അതിന്റെ വിളവെടുപ്പിന് കാലം വിളവെടുക്കേണ്ട തരാൻ മനുഷ്യന്. പക്ഷേ ഇത്രയൊക്കെ ജീവികളിലെ സൂപ്പറായ പ്രബലനായ മനുഷ്യൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ ഇത്രയും കാവലൊക്കെ ഒരുക്കിയിട്ടും ആ പക്ഷികൾക്ക് വേണ്ട ആഹാരം ആ സമയത്ത് ഇല്ലേ ആ വയലിൽ നിന്ന് അവരെടുത്തോണ്ട് പോവുക ചെയ്യുന്നത്. അവർക്ക് ഭയം, മനുഷ്യൻ വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് ഭയമുണ്ടെങ്കിൽ പക്ഷെ തക്ക സമയത്ത് അവർക്ക് ആഹാരം കിട്ടുന്നുണ്ട്. നമ്മളത് പറയുമ്പോൾ നമ്മൾ ബൈബിളിലെ വേറൊരു വാക്യം നമുക്ക് മനസ്സിൽ വരും. മത്തായി 6:26 വരുന്നുണ്ട്. യേശുകർത്താവ് പറയുന്ന വാക്ക്, ആകാശത്തെ പറവകളെ നോക്കുവാൻ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയെ കൂട്ടി വെക്കുന്നുമില്ലെങ്കിലും സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവ് അവയെ പുലർത്തുന്നു എന്നൊരു വാക്യമുണ്ട്. അപ്പൊ ഈ പറവകൾക്ക് തക്ക സമയത്ത് അവർക്ക് ആഹാരം കിട്ടുന്നു. നമ്മൾ അതുപോലെ നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ ഈ പറമ്പിലൊക്കെ ഈ നെല്ലൊക്കെ ഉണക്കാൻ ഇടുമ്പോൾ കണ്ണാടി വെച്ച് കൊടുക്കും അല്ലേ, കണ്ണാടി വെക്കും. പക്ഷികളൊന്നും അത് കണ്ടിട്ട് അവരുടെ രൂപം കണ്ട് പേടിച്ച് കഴിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ എപ്പോഴും ഈ കിളികൾ വന്നിട്ട് കണ്ണാടി എന്ന വിഷയമില്ല, അവർക്കറിയാം കണ്ണാടി എന്തോ ഉണ്ടെന്ന് അറിയാം. പക്ഷെ എന്നാലും ഭയം ഒക്കെ ഉണ്ടെങ്കിലും ഈ കിളികൾ വന്നോട്ട് നിന്ന് കഴിച്ചിട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിത് കഴിക്കാൻ പലപ്പോഴും ഓടിക്കാൻ തോന്നാറില്ല. കാരണം കിളികളല്ലേ, അവർക്ക് ഒരു കൗതുകമുള്ള ജീവിയാണ് കിളികളായതുകൊണ്ട്. അപ്പോഴും ഞാൻ മനസ്സിൽ വരുന്ന ഇതാണ്, ഇവരൊക്കെ ദൈവം കൊടുക്കുന്നവരും എന്തോ അവരുടെ ആഹാരം തക്ക സമയത്ത് കൊടുക്കുന്ന ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ പുറകെ അധ്വാനമില്ല അവർക്ക്. അവർക്ക് ചിന്തയില്ല നാളെ എന്തോ എടുക്കാൻ പോകുന്നത്, ഏത് എവിടെ നിന്ന് കിട്ടുമെന്നോ ചിന്ത അവർക്ക് വരുന്നില്ല. അവർ കാണുന്നു പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടത് വേണ്ട സമയത്ത് കിട്ടുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടത് വേണ്ട സമയത്ത് കിട്ടുന്നുണ്ട്. ഇപ്പൊ എപ്പോഴും തമാശയുടെ ആൾക്കാർ പറയുന്ന കാര്യമാണ്, ഒരു കിളി പോയി ഫുഡില്ലാത്ത ഒരു കിളി ആത്മഹത്യ ചെയ്യുന്ന ആരും കേട്ടിട്ടില്ല അല്ലേ. നമ്മുടെ തമാശയെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വാസ്തവമാണത്. ഫുഡ് കിട്ടാത്തവന്റെ പേര് ഒരു കിളിയും പോയി ആത്മഹത്യ ചെയ്തിട്ടില്ല. സ്തോത്രം. മനുഷ്യനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും ഉള്ളൂ. നമ്മുടെ ഏത് വിഷയങ്ങളിലും നമ്മളെ കരുതുന്ന ഒരു കർത്താവുണ്ട്. നോക്കി ആ കിളികൾക്ക് വേണ്ട കാര്യം വേണ്ട സമയത്ത് കൊടുക്കാൻ തമ്പുരാൻ അറിയാം. ആ കിളി പോയി ഒരു കപ്പയുടെ മൂട് മാന്തേണ്ട ആവശ്യമില്ല. കാരണം കിളിക്കുള്ള ആഹാരമല്ല കപ്പ എന്ന് പറയുന്നത്. അത് പന്നിക്കോ എലിക്കോ ഉള്ളതാണ്. അത് പന്നിയിൽ നോക്കിക്കോളും. കിളിക്കുള്ള ആഹാരം വയലിലെ ധാന്യങ്ങളൊക്കെ. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ തക്ക സമയത്ത് ഒരുക്കുവാൻ തമ്പുരാൻ അറിയാം. നമുക്കും വേണ്ട കാര്യങ്ങൾ തക്ക സമയത്ത് ഒരുക്കുവാൻ തമ്പുരാൻ അറിയാം. ഹല്ലേലൂയ. ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും പ്രതിബന്ധമൊക്കെ ഉണ്ടെങ്കിലും അതിനൊന്ന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? വേണ്ട കാര്യം വേണ്ട സമയത്ത് ഒരുക്കുവാൻ തമ്പുരാൻ അറിയാമെന്നേ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമായാലും നമ്മുടെ ഭാവി ആയാലും നമ്മുടെ നാളത്തെ നമ്മുടെ ജോലിക്കാര്യമാണെങ്കിലും നമ്മുടെ ഏത് വിഷയമാണെങ്കിലും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന നമ്മുടെ ഏത് വിഷയമാണെങ്കിലും തക്ക സമയത്ത് അത് നമ്മുടെ ആവശ്യങ്ങളെ കുറിച്ച് അറിയാം, നമ്മുടെ ദുരാഗ്രഹങ്ങളെ കുറിച്ച് അറിയാൻ പറയാം. നമുക്ക് ആവശ്യമുള്ളത് കർത്താവിന് അറിയാം.
നമ്മുടെ ആഗ്രഹങ്ങളെ അറിയാം, ആവശ്യങ്ങളെ അറിയാം. ഞാൻ എന്റെ കുഞ്ഞിനെ സ്നേഹിക്കുമ്പോൾ എന്റെ കുഞ്ഞിന്റെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും എനിക്കറിയാം. ആവശ്യങ്ങളെ വേണ്ട സമയത്ത് അത് അതുപോലെ കൊടുത്തിട്ട് അവന്റെ ആഗ്രഹങ്ങളെ, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളെ, ആ ആഗ്രഹങ്ങളെ അതിന് എപ്പോഴാണോ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ള സമയത്ത് മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ. അത് എന്റെ ഒരു കരുതലും സ്നേഹവും, അപ്പന്റെ കരുതലും സ്നേഹവുമാണ്. ഹല്ലേലൂയ. അതിനു മുമ്പ് കുഞ്ഞ് എത്ര ആഗ്രഹിച്ചാലും കരഞ്ഞാലും ആ, വിവേകമുള്ള ഒരു പേരന്റ് ഒരിക്കലും അത് ആ കുഞ്ഞിന് സാധിച്ചു കൊടുക്കത്തില്ല. അത് പേരന്റ് സ്നേഹവും കരുതലും ഇഷ്ടവും. അതേപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് വേണ്ട സമയത്ത് തരുന്നൊരു പിതാവ് നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് വേണ്ട എപ്പോഴൊക്കെയാണ് ആവശ്യമുള്ളത് ആ തക്ക സമയത്ത് തരുവാൻ ദൈവം സ്നേഹമുള്ള പിതാവാണ്. ഈ ദിവസങ്ങളിൽ അത്തരമൊരു ബോധ്യം, ഹല്ലേലൂയ, ചെറിയ പ്രതിസന്ധി ഉണ്ടാവില്ലെന്നല്ല. വയലിലെ കോലം കാണുമ്പോൾ, അല്ലെങ്കിൽ വയലിൽ കാസറ്റ് വള്ളി കെട്ടിയിട്ടേക്കുന്നത് കാണുമ്പോൾ കിളിക്ക് ഒരു പരിങ്ങൽ ഉണ്ടാവും. പക്ഷെ എന്നാലും അതിന്റെ ആവശ്യം, ഹല്ലേലൂയ, ഉറപ്പായിട്ട് ആ കിളി വന്ന് അത് കഴിച്ചിട്ട് പോകും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ചില പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിനെ വെക്കേണ്ട കാരണം കരുതുന്നൊരു പിതാവുണ്ടെന്നൊരു ബോധ്യം നമ്മളിൽ ഉണ്ടെങ്കിൽ, വിശ്വാസം, ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്ത് നടന്നു പോയിക്കോളും. വേദനിക്കേണ്ട. അത് കുഞ്ഞുങ്ങളുടെ ആകട്ടെ, നമ്മുടെ ജോലിയാകട്ടെ, നമ്മുടെ സാമ്പത്തിക ആവശ്യമാകട്ടെ, നമ്മുടെ രോഗത്തിനുള്ള വിടുതലാകട്ടെ, സകലതും സകലതും അതാണ് പറഞ്ഞത്. നിങ്ങളുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നത് കൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും അവിടുത്തെ വിട്ടുകൊള്ളുമെന്ന് വചനം പറയുന്നത് അങ്ങനെ തന്നെയാണ്. വിശ്വസിക്കുക, ട്രസ്റ്റ് ചെയ്യുക, അതിനെ തലപോയ്ക്കാതിരിക്കുക. നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഒരേ നീട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല. അതാണ് വചനം പറയുന്നത്. ട്രസ്റ്റ് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക, ദൈവത്തെ ആശ്രയിക്കുക. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മൾ തകർന്നു പോകത്തില്ല. നമ്മൾ ഹല്ലേലൂയ ക്രിസ്തുവിൽ ആശ്രയം വെച്ചുകൊണ്ട് ദിനംപ്രതി നമ്മുടെ ആത്മജീവിതത്തിൽ വളർന്നവരെ മാറുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഈ വാക്കുകൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് പ്രാർത്ഥന വിഷയങ്ങൾ സമയത്തെ എടുക്കാം.